അതിനുവേണ്ടി എല്ലാവരെയും ഞങ്ങൾ ക്ഷണിച്ചു. എല്ലാവരും ഞങ്ങളോട് സഹകരിച്ചു. മമ്മൂക്ക ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജയറാമേട്ടൻ, വൈശാഖരാജൻ, ബെന്നി പി നായരമ്പലം, മേജർ രവി, സാദിഖ്, അങ്ങനെ ഒരുപാട് പേർ, വിശിഷ്ടാതിഥികളും പ്രഗത്ഭരും എല്ലാവരും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ സിനിമ കാണണം, കുടുംബമായി തന്നെ പോയി കാണണം. ഇതൊരു വലിയ വിജയമാക്കി തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്, അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിൽ വെച്ച് നടക്കുന്നത്. Guys, put a loud hand of applause for this great function. നമസ്കാരം. രാവിലെ 10 മണി തൊട്ട് ഷട്ടിലിൻ്റെ ക്യാപ്റ്റൻ എന്നൊരു ചുമതല കേരള ടീമിൻ്റെ രാവിലെ തൊട്ട് ഞങ്ങളൊരു ഹെക്റ്റിക് ആയിട്ടൊരു റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുന്നു. റിഹേഴ്സൽ എന്ന് പറയാൻ പറ്റില്ല, പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ഒരു മാസമായിട്ടുണ്ട്. 24-ാം തീയതിയാണ് സെലിബ്രിറ്റി ബാഡ്മിൻ്റൺ ലീഗ് തുടങ്ങുന്നത്. അതിലേക്ക് കിടക്കുന്നില്ല. എന്തായാലും ഇന്നത്തെ ഈ സന്തോഷം, അതായത് ഒരു നടനെ സംബന്ധിച്ചിടത്തോളം പല കാലഘട്ടങ്ങൾ ഒരേപോലെ വ്യത്യാസങ്ങളില്ലാതെ, അതായത് രൂപത്തിലോ ഭാവത്തിലോ വ്യത്യാസങ്ങളില്ലാതെ നൂറുകണക്കിന് കഥാപാത്രങ്ങളായി മാറാൻ കഴിയുക, ഒരേ ഭാഷയിൽ നിന്നുകൊണ്ട് തന്നെ ലോകമറിയപ്പെടുന്ന ഒരു വലിയ മഹാനടനായിട്ട് മാറുക, സ്വന്തം റെക്കോർഡുകൾ താൻ തന്നെ തിരുത്തുക. ഇപ്പോൾ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ വൈറലായിരുന്ന, ഒരു ദിവസം ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടത് കസബ എന്ന സിനിമയുടെ ട്രെയിലറായിരുന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ റെക്കോർഡ് അദ്ദേഹം തന്നെ തിരുത്തുന്നു. അങ്ങനെ അത് ഒരു നടനെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന ദൈവഭാഗ്യമാണ്, ദൈവകടാക്ഷമാണ്. അത് ഇനിയും അങ്ങോട്ട് ഒരുപാട് ദൈവം അദ്ദേഹത്തിന് എല്ലാ അനുഗ്രഹങ്ങളും ആയുസ്സും ആരോഗ്യവും ഇതേപോലെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തോപ്പിൽ ഇവിടെ വന്നിരുന്നപ്പോൾ തന്നെ എത്രയോ നമ്മൾ പൂജകളിലും ഇതുപോലെയുള്ള ഓഡിയോ ലോഞ്ച് ഫംഗ്ഷനുകളിലൊക്കെ പങ്കെടുക്കുന്നതാണ്. ഇവിടെ വന്നിരുന്നപ്പോൾ തന്നെ അതിൻ്റെ ശരിക്കൊരു പോസിറ്റീവ് വൈബ്രേഷനും എല്ലാം കൊണ്ടും വളരെ സന്തോഷകരമായൊരു സായാഹ്നമാണ്. ചിത്രം റിലീസായി 100 ദിവസങ്ങൾ എല്ലാ സന്തോഷത്തോടു കൂടി ഇതിൻ്റെ നിർമ്മാതാവിനും ബാക്കി എല്ലാവർക്കും എല്ലാ സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും ജഗദീശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോണി ആൻ്റണി ഒരു മാസായിട്ടുള്ള, മാസിന് വേണ്ടി മാത്രം സിനിമ, അത് മാത്രം മുന്നിൽ കണ്ടുകൊടുക്കുന്നൊരു സംവിധായകനാണ്. അതിൻ്റെ കൂടെ ഒരു മാസ് ഹീറോയും കൂടി ആകുമ്പോൾ അത് സൂപ്പർ ഡൂപ്പർ ഹിറ്റാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക. എന്തായാലും ഈ സമയത്ത് വന്നപ്പോൾ പെട്ടെന്നൊരു കാര്യം പറയണമെന്നോർത്ത്, എൻ്റെ മകൻ, അവനെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് പ്രീ ഡിഗ്രി കഴിയുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഭാര്യയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. മെഡ്രാസിലെ ലയോള കോളേജിൽ അവനെ ചേർത്ത് പഠിപ്പിക്കണമെന്നൊരാഗ്രഹമുണ്ട്. പക്ഷെ ഒരിക്കലും അത് കിട്ടാൻ സാധ്യതയില്ല. കാരണം 95 എബോവ് മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ്, 95% എൻ്റെ കട്ട് ഓഫ് മാർക്ക്. അപ്പോൾ അതിന് മുകളിലുണ്ടെങ്കിലേ കിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുന്ന ഇങ്ങനെ കുറേ ആലോചിച്ചു. എന്തായാലും ലയോളയിൽ അവനൊരു 70, മാക്സിമം 75%, അതിന് മുകളിൽ അവന് കിട്ടില്ല. അപ്പോൾ അവൻ തന്നെ പറഞ്ഞു, വിട്ടേക്കപ്പോൾ അത് ആലോചിക്കേണ്ടത്. പക്ഷെ ഞാനിങ്ങനെ ആലോചിച്ചു, ദൈവം എന്തെങ്കിലും രൂപത്തിൽ എനിക്കത് ചെയ്ത് തരുമോ എന്നിങ്ങനെ ആലോചിച്ചു. ദൈവം എൻ്റെ വിളി കേട്ടു. ആ പ്രാവശ്യത്തെ ഓണാഘോഷം ഉദ്ഘാടനത്തിന് വേണ്ടി ലയോള കോളേജിൽ നിന്നുള്ള കുട്ടികൾ എന്നെ എൻ്റെ ഭാര്യയെ വന്ന് ക്ഷണിച്ചു. ഞാൻ പറഞ്ഞു, എന്ത് തിരക്കുണ്ടെങ്കിലും വരും, ഉറപ്പായിട്ട് വരും എന്ന് പറഞ്ഞു. അങ്ങനെ ഏകദേശം 10,000-ഓളം മലയാളി വിദ്യാർത്ഥികൾ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പ്രസംഗം ആരംഭിച്ചു. പ്രിൻസിപ്പൽ അവരുടെ ഇരിക്കുന്നുണ്ട്, മറ്റ് അധ്യാപകരുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിലെ കൊച്ചു സന്തോഷങ്ങൾ ദൈവം എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ് അവസാനം ഞാൻ പറഞ്ഞു, ഇനിയൊരാഗ്രഹം, എൻ്റെ മകൻ ഈ കോളേജിൽ പഠിക്കണം എന്നുള്ളത് എനിക്ക് വലിയൊരു ആഗ്രഹമാണ്. അത് നിങ്ങൾ വേണം സാധിച്ചു തരുന്നത്.
അപ്പോൾ പറഞ്ഞു എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. പ്രിൻസിപ്പളിനെ കൊണ്ട് സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ വെച്ച് സത്യം ചെയ്യിക്കണം നിങ്ങൾ, അടുത്ത വർഷം എൻ്റെ മകൻ ഇവിടെ പഠിക്കുന്നുള്ളത്. പ്രിൻസിപ്പൾ പറഞ്ഞു അയ്യോ അത് സത്യം. ഞാൻ പറഞ്ഞു പ്ലീസ്. അങ്ങനെ ഈ 1000 കുട്ടികളും കൂടി അദ്ദേഹത്തെ പൊക്കിയെടുത്ത് ആ ഫാദറിനെ കൊണ്ടു നിർത്തി. ഫാദർ പറഞ്ഞു ഞാൻ നോക്കട്ടെ അടുത്തോട്. ഞാൻ പറഞ്ഞത് പറയരുത് ഫാദർ, ഇവിടെ വെച്ച്. അങ്ങനെ അദ്ദേഹത്തെ കൊണ്ട് ഈ 1000 കുട്ടികളും അടുത്ത വർഷം ജയിച്ചാൽ മാത്രം മതി താങ്കളുടെ മകൻ ഇവിടെ പഠിക്കുന്നു എന്ന് പറഞ്ഞ് സത്യം ചെയ്യിച്ചു. അങ്ങനെയാണ് 70% മാർക്കുള്ള എൻ്റെ മകൻ കോളേജിൽ അവിടെ അഡ്മിഷൻ കിട്ടിയത്. ഞാൻ ഇവിടെ വെച്ച് എന്താ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ചെറിയൊരു അഭ്യർത്ഥന ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നോക്കിയിട്ടുണ്ട്. എന്നാൽ ഒരു പബ്ലിക്കിലാവുമ്പോൾ ചിലപ്പോൾ അത് അച്ഛൻ സമ്മതിച്ച പോലെ സമ്മതിച്ചാലോ 24-ാം തീയതി ഞങ്ങളുടെ സെലിബ്രിറ്റി ബാഡ്മിൻ്റൺ ഉദ്ഘാടനം ചെയ്യാൻ പറ്റില്ലേ? ഒരു നിമിഷം 1000 കുട്ടികളെ വിളിച്ചു 4 സംസ്ഥാനങ്ങളുണ്ട്. തമിഴ്നാട്, ആന്ധ്ര, കർണാടക, കേരള. ഈ 4 സംസ്ഥാനങ്ങൾ വരുമ്പോൾ നമുക്കൊരു നെറ്റിപ്പട്ടമുള്ളൊരു ഗജവീരനെ കൊണ്ട് അവിടെ നിർത്തണം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എനിക്കൊന്നേ പ്രാർത്ഥിക്കാനുള്ളൂ. എൻ്റെ ഒരു സഹോദരനാണ് ജോണി ആൻഡി. അപ്പം മമ്മൂക്ക എന്ന് പറഞ്ഞാൽ ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ്, ആദരിക്കുന്ന ഒരു വ്യക്തി. ഇനി അതിന് മമ്മൂക്കനെ ചീത്ത വിളിക്കരുത്. പക്ഷേ പറയില്ല, എനിക്കറിയാം മമ്മൂക്ക എന്താ പറഞ്ഞത്. എനിവേ അത് പ്രശ്നമില്ല. ഐ ജസ്റ്റ് പ്രേ ഗോഡ് ഈ പടം വലിയൊരു ഹിറ്റാവണം എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ ജോണി കുറേ കാലത്തിന് ശേഷമാണ് തിരിച്ചു വരുന്നത്. അതുപോലെ മമ്മൂക്ക ഇപ്പോൾ പിറകിലുള്ള ആ കസബയുടെ ഒരു ഹാങ് ഓവറിൽ ഇങ്ങനെ നിൽക്കുകയാണ്. സോ ലെറ്റ് ഇറ്റ് ബി എ ഗ്രേറ്റ് സക്സസ് ആൻഡ് ഐ വിഷ് ഓൾ ദ ടീം, പ്രൊഡ്യൂസർ, ഡയറക്ടർ ആൻഡ് എവറിബഡി എ വെരി വെരി ബിഗ് സക്സസ് ഓൺ ദിസ് ഫിലിം. ഗ്രേറ്റ് ഹിറ്റ്. താങ്ക് യു സോ മച്ച്. ആയിട്ടുള്ള ഒരു ആക്ടർ, മെഗാ സ്റ്റാർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മമ്മൂക്ക മാത്രമാണ്. മരണമാസ് മമ്മൂക്ക മാത്രമാണ്. അപ്പോ തോപ്പിൽ ജോപ്പിനെ കുറിച്ച് പറയാനായിട്ട് ഇന്നിവിടെ നടന്ന തോപ്പിൽ ജോപ്പൻ ഓഡിയോ ലോഞ്ചിന് എത്തിയ നമ്മുടെ പ്രിയപ്പെട്ട തോപ്പിൽ ജോപ്പനായ മമ്മൂക്കയ്ക്ക് ഞാൻ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യാണ്. മമ്മൂക്ക ഏതായാലും 2 വാക്ക് പറയുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത 22 പട്ടാളക്കാർ കുറി ഭീകരാക്രമണത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അവരെ ഓർമ്മയ്ക്ക് ഒരു നിമിഷം നൽകുന്നത്. ജോപ്പൻ 50% ലവും 50% ആൽക്കോഹോൾ എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പടത്തിൽ ഉള്ളടിക്കുന്ന സീനൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുപ്പി കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അപ്പോൾ ഇങ്ങനെ മദ്യപാനം ആരോഗ്യത്തിന് ആരോഗ്യമെന്ന് എഴുതി കാണിക്കും. അതിനുശേഷം ഇപ്പോൾ കൂടി വളരെ കുറച്ചിട്ടുണ്ടല്ലേ. ഈ സിനിമയിൽ ചൈൻ ക്യാരക്ടറാണ്. സിനിമയുടെ കഥയും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ആളുകൾക്ക് ആവേശം കൂടും, അല്ലെങ്കിൽ ഉള്ള ആവേശം പോകും. അപ്പോൾ അതിന് ഏതായാലും ഞാൻ തുനിയുന്നില്ല. അപ്പോൾ ഇവിടെ നടന്ന ചില തമാശകളിലേക്ക് അപ്പുറത്തേക്ക് ഈ സിനിമയിൽ ഒരുപാട് പാട്ടുകളുണ്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടും വലിയ പാട്ടുകളായിട്ടും ഒക്കെ ഒരുപാട് പാട്ടുകളുണ്ട്. നല്ല പാട്ടുകളായിരിക്കും എന്നാണ് എൻ്റെ സംഗീത ബോധം അറിയുമല്ലോ. അതനുസരിച്ചിട്ടൊക്കെ നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ സിനിമയിലെ ഓരോ ദിവസവും ഓരോരോ പുതിയ പുതിയ പ്രൊഡ്യൂസർമാർ വരും. അങ്ങനെ അതും ഒരു വലിയ കൂട്ടമാണ്. ഇപ്പോൾ 2 പേരെ കാണാനുള്ളൂ. പിന്നെ മേജർ രവി അറിയാതെ അറിഞ്ഞോ പറഞ്ഞാന്നറിയത്തില്ല, ജോണി തിരിച്ചു വരികയാണ്. ജോണി അങ്ങ് വീട്ടിൽ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, തിരിച്ചു വരികയുടെ പോലെ. പിന്നെ ഈ സിനിമയിൽ ഒരുപാട് അഭിനേതാക്കളുണ്ട്. ചെറിയ ചെറിയ വേഷങ്ങളിലായാലും ശരി, വലിയ വേഷങ്ങളിലായാലും ശരി. അവരൊക്കെ ഒരുപക്ഷെ നമ്മളിതുവരെ കാണാത്ത മുഖങ്ങളിലാണ് കാണുക. ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഈ കൊച്ചു പറഞ്ഞ പോലെ അച്ചായം വേഷത്തിന് ഞാൻ MA പാസ്സായിട്ടുണ്ടെന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഇത് ഈ നമ്മുടെ കോട്ടയം അല്ലെങ്കിൽ മലനാട് പ്രദേശങ്ങളിലുള്ള ഒരുപാട് പ്രാദേശികമായ ഒരുപാട് പ്രയോഗങ്ങൾ, ശരിക്കും പറഞ്ഞാൽ തൊടുപുഴ മുതൽ നമ്മൾ പത്തനംതിട്ട വരെ ആ ഒരു ബെൽറ്റിൽ നമ്മൾ പ്രയോഗിക്കുന്ന ഒരുപാട് ഭാഷകളുണ്ട്. ഈ ആ ഒരു ഭാഷയുടെ ചെറിയ ചെറിയ ഭാഷാന്തരങ്ങൾ മാത്രമാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ കോഴിക്കോട് ഭാഷ, കണ്ണൂർ ഭാഷ, കാസർഗോഡ് ഭാഷ, മലപ്പുറം ഭാഷയൊക്കെ എല്ലാം ഏകദേശം ഒരുപോലെ നമുക്ക് തോന്നും. ശരി, ഒരുപാട് വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പോലും അതുപോലെ ഈ സിനിമയിൽ ഭാഷാപ്രയോഗത്തിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ അത്ര സൂക്ഷ്മമായിട്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല.
ഇവിടെ അതൊന്നും ഇവിടുത്തെ വിഷയമല്ല. ഏതായാലും സിനിമ ആളുകൾ ഒരുപാട് പ്രതീക്ഷിക്കുന്ന ഒരു സിനിമയാണ്, അതാണ് ഒരു പേടി. പിന്നെന്താ പറയുന്നത്, മറ്റേ ബാറ്റ്മിൻ്റെ കാര്യമാണ്. ബാറ്റ്മിൻ്റെ ജയറാമിൻ്റെ മോൻ കണ്ണന് അഡ്മിഷൻ കൊടുത്ത അച്ഛനെ അബദ്ധം പറ്റിയിട്ടില്ല. അവന് 75 മാർക്കൊന്നും അവന് നല്ല മാർക്കുണ്ടായിരുന്നു. അവന് പിന്നെ അഡ്മിഷൻ കൊടുക്കാനൊരു വിഷമം അച്ഛനുണ്ടാകുന്നത് ഈ 75 എന്ന് പറഞ്ഞൊരു പുള്ളിയുടെ കണക്കനുസരിച്ചിട്ടാണ് പുള്ളി പറഞ്ഞത്. അവൻ അതിൽ കൂടുതൽ മാർക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് അഡ്മിഷൻ കൊടുത്തത്. ഈ ബാഡ്മിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ എത്ര മാർക്കുണ്ടെന്ന് എനിക്കറിയില്ല. ഞാനങ്ങനെ പോകും. നല്ലോണം കളിക്കുമോ? ഏത് ബാറ്റ് തകർക്കുമോ? ജയറാം സിനിമാഭിനയം അതിനപ്പുറത്തേക്ക് ഒരുപാട് സൈഡ് ബിസിനസ്സൊക്കെ ഉള്ള ആളാണ്. ഈ അടുത്ത കാലത്ത് കലാമണ്ഡലം അവാർഡ് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം വാദ്യകലയിൽ ചെണ്ടവാദ്യത്തിൽ പ്രാവീണ്യം നേടിയ ഏക സിനിമാ നടനാണ് ലോകത്ത്. ഇനിയിപ്പോൾ ബാഡ്മിൻ്റണിൽ ഇനി ആരൊക്കെ തകർക്കുമോ ഒളിമ്പിക്സിന് പോകുന്നു കാരണം രണ്ടും ഈ അടിയായതുകൊണ്ട് ചിലപ്പോൾ അതിലൊരു വലിയ ഒളിമ്പിക്സ് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ഞാൻ ചെല്ലാഞ്ഞിട്ട് ഇതിപ്പോൾ നടക്കാതെ പോകണ്ട. ഏതായാലും പോവാം. പിന്നെ ഈ സിനിമ 7-ാം തീയതി റിലീസാവും. അതാണ് നമ്മുടെ 6-ാം തീയതി 7-ാം തീയതി റിലീസാവും. ഇത് കുടുംബത്തെ കയറ്റാൻ കൊള്ളാവുന്നൊരു സിനിമയാണ്. പേര് കേൾക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ എഴുതി വെച്ചുകൊണ്ടൊന്നും കുഴപ്പമൊന്നും വിചാരിക്കണം. അപ്പോൾ കുടുംബത്തോടെ വരാം, നിങ്ങളുടെ കുടുംബത്തേക്ക് ഈ സിനിമ കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ കുടുംബത്തെ കയറ്റാൻ കൊള്ളാവുന്ന ഒരാളാണ് ജോബൻ. അത് മനസ്സിൽ വെച്ച് സിനിമ കാണണം. സിനിമയ്ക്ക് ഇപ്പോൾ ഒരു സിനിമ ആയതുകൊണ്ട് കുറ്റവും കുറവും ഒക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതുമൊക്കെ നമ്മൾ ഉപ്പും മുളകും ഒക്കെ ഇട്ട് കറക്റ്റായിട്ട് എല്ലാവർക്കും എല്ലാ രുചികളും ഉണ്ടാവണമെന്നില്ല. എല്ലാവരുടെയും നാവിൻ്റെ രുചികൾ വേറെയാണ്. ചിലർക്ക് ഉപ്പുണ്ടെങ്കിലും ഉപ്പില്ലെന്ന് തോന്നും, ഉപ്പുണ്ടെങ്കിൽ കൂടുതലാണെങ്കിലും അറിയില്ല. ചിലർക്ക് എരിവ് കൂടുതലായിരിക്കും. അതൊക്കെ എല്ലാവരും സഹിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അതുപോലെ ഈ സിനിമയും ചെറിയ കുറ്റവും കുറവുകളും ഒക്കെ ഉണ്ടെങ്കിലും നല്ലവണ്ണം ആസ്വദിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ എന്തെങ്കിലും പറയാം? ഈ സിനിമയിൽ ഒരുപാട് പാട്ടുകളുണ്ട്. പല ഗായകർ പാടേണ്ടി. ഈ സിനിമയിൽ ഒരു പാട്ട് പാടാമെന്ന് വിജു മേനോൻ ഏറ്റിട്ടുണ്ടായിരുന്നു. അത് കാരണം അദ്ദേഹം ഫംഗ്ഷൻ വരായിരുന്നു. പാട്ട് പാടാത്തതുകൊണ്ട് പാടിയില്ല. അതുകൊണ്ട് പറയാം. അത് ചിലപ്പോൾ പാടേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വെച്ച് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പറ്റും. എല്ലാം വളരെ സന്തോഷം. ഒന്നുമില്ല. അല്ല, ഇത് കഴിഞ്ഞ് ഡിന്നറുണ്ടോ? പാട്ട് വെക്കുമായിരിക്കും. ഡിന്നറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലെന്ന്. പാട്ട് വയ്ക്കും. പാട്ടിന് എന്നാ കറി? അപ്പോൾ ഏതായാലും ജോപ്പിന് പേര് തിരക്കട്ടില്ലല്ലേ? ജോപ്പൻ മാസ് ടൈറ്റിലല്ലേ ഇത്? ഈ തെലുങ്കന്മാർ പറഞ്ഞോണ്ടത് ഈ മാസ് അതൊക്കെ ഇങ്ങോട്ട് വന്നോളൂ. ഈ മാസ് മരണമാസ്, കൊലമാസ്. അപ്പോൾ സംഗതി കൊലമാസമായിരിക്കട്ടല്ലേ? പോവാം. ഇവരാവട്ടെ. ഓക്കെ.